കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കണതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. അപ്പോൾ തിരക്കുന്നത് ചൊവ്വാഴ്ചയാണ്, തിരക്കൊക്കെ കുറവ് തന്നെയാണ്. അതിനപ്പുറം കുറേശ്ശെ മഴയുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയല്ലോ, അപ്പോൾ എല്ലാം കൂടി ആയതുകൊണ്ട് കുറച്ച് തിരക്കിന് സ്കൂളൊക്കെ തുറന്നുകൊണ്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സാധാരണ ചൊവ്വാഴ്ചയിലേക്ക് വന്ന പോലെയൊക്കെ തന്നെയാണ്. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് താഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആനന്ദശയനം കാണാം, അതൊന്ന് കണ്ട് തൊഴാം. പിന്നീട് നേരെ വന്ന് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് വലതുവശത്ത് ആദ്യത്തെ തൂണ് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച, നിറയെ ആ ദീപാലങ്കാരം ഇങ്ങനെ കാണുന്നു. അതിൻ്റെ ഇടയിൽ തിളക്കങ്ങൾ കാണാണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പൊടുപൊടുന്നൊരു ഉണ്ണിയാണ്. അതിന് പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കാണാണ്ട് കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മാറത്ത് ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാല ഉണ്ട്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈ കൊണ്ട് പൊന്നോടക്കുഴൽ അങ്ങനെ പിടിച്ച് ചുണ്ടോട് ചേർത്ത് വെക്കണേ ഉള്ളൂ. വേണുഗാനം പൊഴിക്കണില്ല. അതായത് ഞാനിപ്പോൾ തുടങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളെയൊക്കെ ആ കണ്ണൻ്റെ മായയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് പറയണത്. എല്ലാ മായക്കാഴ്ചകളാണല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അത് നല്ല രസമായിട്ടാണ്. എന്തായാലും നല്ല കാഴ്ചയാണ്. അതേപോലെ ആ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ 3 തിരുമുടിമാലകളുണ്ട്. തെച്ചി, തുളസി, വെളുത്ത പൂവായിട്ടുള്ള പോലെ 3 എണ്ണം. അതേപോലെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. വളരെ രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും മനസ്സുകൊണ്ട് ആ സോപാനപ്പടിയിൽ നിൽക്കൂ. എന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിക്കോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നേരെ നമ്മളവിടുന്ന് വന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളി ആ ആലിലെ കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ഗണേശനെ കാണാനായിട്ട് പോവാം. ഗണേശൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ വന്ന ആ മുഖത്തൊക്കെ കളവൻ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കൊമ്പ്, തുമ്പിക്കൈയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു കിരീടം, സ്വർണത്തിൻ്റെ കിരീടം, അതേപോലെ ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വന്ന് ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് പിന്നെ മേൽശാന്തിര അവിടുന്ന് അർച്ചനപ്രസാദം വാങ്ങാം. പിന്നീട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞാൽ ഭീഷ്മരെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴാം.
അവിടെ നിന്ന് 2 മാലകളുണ്ട്. വെറ്റില മാലയുണ്ട്, പിന്നെ വെളുത്ത പൂവും തുളസിയും കൂടിയുള്ള മാല ഉണ്ട്, പിന്നെ കുറച്ച് കുങ്കുമമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് പിന്നീട് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ കൊടിമരം കണ്ട് തൊഴുത് മണിക്കിണറും ഭഗവാന്റെ ആ നൃത്ത അറയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അടുത്ത അറയിലെത്തിയ കുറൂരമ്മയും മേൽപ്പത്തൂരിനെയും അതേപോലെ നാരദരെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ പ്രസാദ കൗണ്ടിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അമ്മയും വളരെ നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ, സുന്ദരിയായിട്ട് തന്നെയാണ്. മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, അതേപോലെ ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, ധാരാളം മാലകളുണ്ട്, പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാനെ കണ്ട് തൊഴാം. പിന്നീട് കൂത്തമ്പലത്തിലും അതേപോലെ അയ്യപ്പസ്വാമിയുടെ അവിടെയും വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴുത് പിന്നെ അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അത് കണ്ട് തൊഴുത് പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.